ഹായ് നമസ്കാരം, ബിജു കലാവേദി ആർട്ടിസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് തന്നെ ഒരു ന്യൂ ഇയർ സ്പെഷ്യലാണ്. സെഗ്മെന്റിലേക്ക് കടക്കാം. തീയും പുകയും. ഹലോ. അപ്പോൾ നമ്മൾ ചുമ്മാ കിടന്ന് കുരയ്ക്കാതെ. അപ്പോൾ പട്ടിയുടെ ഭയങ്കര കുറച്ച് പട്ടിയുടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നൈറ്റ് ആംബിയറിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്നൊരു പ്രത്യേകത വേറൊന്നുമല്ല. ഇന്ന് ന്യൂ ഇയറാണ്. ഇന്ന് 12 മണിക്ക് നമ്മൾ ന്യൂ ഇയർ, അതായത് നമ്മുടെ 2021 വിട പറഞ്ഞ് 2022 നമ്മൾ പോകുന്ന ദിവസവും കൂടിയാണ്. അതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രത്യേകത. പുതിയ സെഗ്മെൻറ്റിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫുഡാണ്. അതിൽ വെറൈറ്റി ഫുഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ബിയറിൽ മുക്കി പൊരിച്ച ചിക്കൻ ഫ്രൈ. അതാണ് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ. പക്ഷേ അത് മാത്രമല്ല, 18 വയസ്സിൽ താഴെയുള്ളവരാരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അതുമാത്രമല്ല, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ കിങ് ഫിഷിൻ്റെ ഒരു ബിയറും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇപ്പം പാത്രത്തിലോട്ട് ഇപ്പം നമ്മൾ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിയർ നമുക്ക് ഈ ചിക്കനിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഓപ്പണർ, ബിയറിൻ്റെ ഓപ്പണർ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാ നമുക്ക് ആ ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. സെറ്റപ്പ് ഓപ്പണറാണ്. എല്ലാവരും ഇതുപോലെ അനുകരിക്കരുത്, പല്ല് പോവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒഴിക്കാം. ഇത് 1 മണിക്കൂർ നേരം ബിയറിൽ ഇങ്ങനെ മുങ്ങിയിരിക്കട്ടെ. അപ്പം നമുക്ക് ഇതിൽ തയ്യാറാക്കാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. മസാല റെഡിയായി കഴിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ, ബിയറിൽ മുക്കി വെച്ച ചിക്കൻ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ബിയർ നല്ലതായിട്ട് ചിക്കനിൽ പിടിച്ച് നല്ല ഡ്രൈ ആയിരിക്കുന്നുണ്ട്. നമുക്കിനി മസാല ഈ ചിക്കനിലോട്ട് പെട്ടിക്കൊടുക്കും. നമ്മൾ മസാല നല്ലതായിട്ട് ചിക്കനിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റ് നമുക്കൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം. നമ്മളിപ്പോൾ ഗ്യാസൊന്നുമല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ തനി നാടൻ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്, ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുപ്പ് കത്തിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ 12 മണിയോടുകൂടി ആകുമ്പോൾ നമ്മുടെ ന്യൂ ഇയർ കടന്നു വരും. തീ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
ഇത് ഫ്രൈ ചെയ്യാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നല്ലതായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 കിലോ, ഇപ്പോൾ ഒരു ചിക്കന് വേണ്ടിയിട്ട് ഞാനിത് 1 കിലോ എണ്ണ മുഴുവനായിട്ട് ഇതിനകത്ത് ഒഴിക്കുകയാണ്. നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ ബിയറിൽ മുക്കി പൊരിച്ച ചിക്കൻ ചെയ്യാം എന്നുള്ളത് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എൻ്റേതായ രീതിയിൽ ശൈലിയിൽ അത് ന്യൂ ഇയറിന് തന്നെ കൊണ്ടുവന്ന് ചെയ്യാൻ തീരുമാനിച്ചാണ്. എണ്ണ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ എണ്ണയിലോട്ടിടാം. ബിയറിൽ മുക്കി മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കനെ നമ്മൾ എണ്ണയിലോട്ട് ഇടാൻ പോവുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. പീസാക്കി വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ ചിക്കനെ തന്നെ 2 ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ മുഴുവൻ ആയിട്ട് തന്നെ ഇത് ചെയ്തേക്കുന്നത്. ഇതിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ എണ്ണ നല്ലതായി ചൂടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം 15 മിനിറ്റിൽ ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ 1 കിലോ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. പക്ഷേ നമ്മൾ 2 കിലോ എണ്ണയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ നല്ലതായിട്ട് മുങ്ങി നിൽക്കും. ഒരു സൈഡ് നല്ലതായിട്ട് വെന്തതിന് ശേഷം നമുക്ക് മറു സൈഡ് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സൈഡ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ബിയറിൽ മുക്കി പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബിയറിൽ മുക്കി പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിക്കനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബിയറിൽ മുക്കി പൊരിച്ച ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ കറക്റ്റ് ഒരു ബിയറിൻ്റെ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി നല്ലതായിട്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിതെല്ലാം ക്ലിയറായി തയ്യാറാക്കി വന്ന സമയത്തെ ഇപ്പം ഏകദേശം 12 മണി ആകാൻ പോവുകയാണ്. 12 മണിക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പുതുവർഷത്തെ വരവേൽക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കുന്നു. അതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ 2022 വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തിരുന്നാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ഹാപ്പി ന്യൂ ഇയർ.